NH-66 തലപ്പാടി നീലേശ്വരം ദേശീയപാതയിലെ നിർമ്മാണവേളകളിലെ എല്ലാ അപകടങ്ങൾക്കും ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി നാസർ ചെർക്കളം. അപകടം വരാതിരിക്കാനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും സംവിധാനങ്ങളും കാറ്റിൽ പറത്തിയ നിർമ്മാണ കമ്പനികളുടെ നടപടികൾ അന്വേഷണ വിധേയമാക്കണമെന്നും നാസർ ചെർക്കളം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. നിർമ്മാണവേളകളിൽ പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളിൽ 25% മാത്രമേ നിർമ്മാണ കമ്പനികൾ പാലിച്ചിട്ടുള്ളൂവെന്നും ഇത് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കി കാണുമെന്നും എന്നാൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വമ്പൻ നഷ്ടങ്ങളാണ് ഇതുമൂലമുണ്ടായതെന്നും പ്രമുഖ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും വികസന സമര പോരാളിയും കൂടിയായ കേസ് സ്റ്റഡീസ് ഡയറക്ടർ നാസർ ചെർക്കളം പറഞ്ഞു. നിർമ്മാണവേളയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വിവിധതരം സുരക്ഷാ മാനദണ്ഡങ്ങൾ 75% കാറ്റിൽ പറത്തിയ നിർമ്മാണ കമ്പനികളുടെ പ്രവർത്തന വ്യതിയാനങ്ങളിൽ കടുത്ത ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് നിർമ്മാണവേളയിൽ പാലിക്കാതെ പോയ നിയമങ്ങൾ എന്നുള്ള കൃത്യമായ അവലോകനവും നാസർ ചെർക്കള വാർത്താസമ്മേളനത്തിൽ നടത്തി. ദേശീയപാത 66 തലപ്പാടി ചെങ്കള റീച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ശിഷ്ടമുള്ള ചെങ്കള നീലേശ്വരം റീച്ച് ഏതാനും മാസങ്ങൾക്കകം പണി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. ഇത്തരം സുരക്ഷാ വീഴ്ചകളിലൂടെ രണ്ടാം റീച്ചിൽ ഇനി ഒരു അപകടം പോലും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം NH അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും നിർമ്മാണ കമ്പനികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകണമെന്നും നാസർ ചെർക്കളം ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ നിർമ്മാണ സമയങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചത്. മരണങ്ങൾ സംഭവിച്ചത് മാത്രമേ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ചിലത് FIR രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലതും രേഖപ്പെടുത്താതെയും സ്വന്തം നിലക്ക് ചികിത്സ നടത്തിയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പറ്റിയ കേടുപാടുകൾ സ്വന്തം നിലക്ക് നടത്തിയൊക്കെ പോയിട്ടുണ്ട്. ഈ നഷ്ടങ്ങളൊക്കെ ജനങ്ങൾക്കാണ്, യാത്രക്കാർക്കാണ്. നിർമ്മാണവേളകളിൽ പാലിക്കേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ 25% മാത്രമാണ് അവർ പാലിച്ചിട്ടുള്ളത്. 75% സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ കാറ്റിൽ പറത്തിയിട്ടുണ്ട്. ഇത് ആരും റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും ഉണർന്നു നിൽക്കേണ്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ദേശീയപാത അധികൃതർക്ക് പൂർണ്ണമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിട്ട് പോലും നിർമ്മാണ കമ്പനികളുടെ മേൽ ശക്തമായ സമ്മർദ്ദം പോയിട്ട് എളിയ സമ്മർദ്ദം പോലും ചെലുത്താൻ ഇത്രയൊക്കെ അപകടങ്ങൾ നടന്നിട്ടും ഇത്തരക്കാർ, ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിർമ്മാണ വേളകളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ദേശീയപാത അതിൻ്റെ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ നിർമ്മാണ കരാറുകളിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാലിക്കാതെ വരുന്നത് കമ്പനികൾക്ക്, നിർമ്മാണ കമ്പനികൾക്ക് ഒരുപാട് ലാഭം, കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ യാത്രക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഇതുമൂലം ഒരുപാട് കഷ്ടനഷ്ടങ്ങളും പരിക്കുകളും മരണങ്ങളും സംഭവിക്കുകയും ചെയ്തതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുകയും കുറ്റക്കാർക്കെതിരെ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളും ഒപ്പം ഇതിൻ്റെ ഇരകൾക്ക് നഷ്ടപരിഹാരങ്ങളും നൽകണമെന്നുള്ളതാണ് കേസ് സ്റ്റഡീസ് കാസർഗോഡിൻ്റെ ആവശ്യം. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് കേരള, അതിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് എത്ര റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് അവർ പതിച്ചിട്ടുണ്ട്? പലപ്പോഴും വലിയ വലിയ റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സ് അത് ബോർഡിലാണെന്നുണ്ടെങ്കിലും ഡിവൈഡറിലാണെന്നുണ്ടെങ്കിലും പതിക്കേണ്ടതിന് പകരം ചെറിയ ചെറിയ, അതും അപകടങ്ങൾ നടന്നതിന് ശേഷം മാത്രം ചെറിയ ചെറിയ റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കേഴ്സാണ്
അവർ പതിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നിർമ്മാണ കമ്പനിക്കൊപ്പം ഇത് ദേശീയപാതയുടെ അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു. കാസർഗോഡ് ചെർക്കള റൂട്ടിൽ നുള്ളിപ്പാടി കഴിഞ്ഞ ഉടനെയും ദേശീയപാതയിലേക്ക് എൻട്രി അനുവദിക്കുകയും വേണമെന്നും നാസർ ചെർക്കളം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.